മഴ അതിശക്തം. ഇന്ന് 6 മരണം. കോട്ടയം പാറക്കൽക്കടവിൽ മീൻ പിടിക്കുന്നതിനിടെ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. വിഴിഞ്ഞത്തും വള്ളം മറിഞ്ഞ് 1 മരണം. ഒരാളെ കാണാതായി. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. നിലമ്പൂരിൽ M. സ്വരാജ് LDF സ്ഥാനാർത്ഥി. പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനം പ്രഖ്യാപിച്ച MV ഗോവിന്ദൻ. പോരാട്ടം രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയെന്ന് സ്വരാജ്. അണികളെ ആവേശത്തിലാക്കി സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവറുമായി ചർച്ച തുടർന്ന UDF നേതാക്കൾ. രാവിലെ വാർത്താ സമ്മേളനം മാറ്റിവെച്ച് മുന്നണി തീരുമാനം കാത്ത് അൻവർ. അസോസിയേറ്റ് അംഗമാക്കിയാലും വഴങ്ങും. UDF യോഗം വൈകിട്ട്. മാനേജരെ മർദ്ദിച്ച കേസിൽ അന്വേഷണം നടക്കുമ്പോൾ DGPക്ക് പരാതി നൽകി ഉണ്ണി മുകുന്ദൻ. പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം. നീതിക്കായുള്ള പോരാട്ടത്തിൽ സത്യം പുറത്തുവരുമെന്ന നടൻ. അതിർത്തി സാഹചര്യം വിലയിരുത്താൻ അമിത്ഷാ ജമ്മു കാശ്മീരിൽ. പാക് ഷെല്ലുകൾ വീണ പൂഞ്ചിൽ സന്ദർശനം. രാജ്യത്തിന്റെ അഭിമാനമായ INS വിക്രാന്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നാവികരോടൊപ്പം ഫോട്ടോയെടുത്തു മന്ത്രി.